blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പൂനെയിൽ നിന്നുള്ള ലിജു നായർക്കും ദിവ്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, നാളെ അവരുടെ 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ ചേർന്നവരെ അനുഗ്രഹിക്കുന്നു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ലിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പൂനെയിലെ ബിസിനസ് ഏറ്റവും പ്രോഗ്രസ് ചെയ്യട്ടെ. ദിവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നോർമൽ ഡെലിവറി നൽകണമേ. ഒരു ഹെൽത്തി ബേബിയെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ഹരികുമാറിനും തൻ്റെ ഭാര്യ വസന്തയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യയുടെ ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലർജി കോഫ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുണ്ടംവേലിയിൽ നിന്നുള്ള ബിന്ദു ഗ്രീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ വലിയ അനുഗ്രഹത്തെ അങ്ങ് ചൊരിയുകയും വളരെ സമാധാനം നിറഞ്ഞൊരു ജീവിതം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ഗ്രീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി നൽകണമേ. അതുപോലെ തൻ്റെ സ്വഭാവത്തിൽ ദൈവികമായൊരു സ്പർശനമുണ്ടാകാൻ അനുഗ്രഹിക്കപ്പെടാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ ഗ്ലിൻറ്റന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. 10th സ്റ്റാൻഡേർഡിൽ നല്ലൊരു റിസൾട്ട് ലഭിച്ച് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മാതാപിതാക്കൾ ജോൺസിന് വേണ്ടിയും ക്ലോട്ടിൽഡയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഹോദരി സോണിക്കും കുടുംബത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. ഇവർക്കെല്ലാം സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറച്ച് കർത്താവ് അവരെ അനുഗ്രഹിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട ജനുവരി 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് സ്റ്റീഫൻ ഓഡിറ്റോറിയം, മാക്കാംകുന്ന്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജനുവരി 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, പെരുമ്പാവൂർ. Now we are going to read Jude verse number 24. ഇനി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാൻ പോകുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. അതിന്റെ 24ാമത്തെ വചനം. And verse number 25. അത് മാത്രമല്ല, അതിന്റെ 25ാമത്തെ വചനവും. This is not written by Judas Iscariot. ഈ വചനങ്ങൾ, ഈ ലേഖനം എഴുതിയിട്ടുള്ളത് യൂദാസ് ഇസ്കരിയോത്ത് അല്ല. This is another apostle. ഇത് മറ്റൊരു അപ്പസ്തോലനായ യൂദായാണ്. All right, verse number 24 and 25. അതിന്റെ യൂദായുടെ ലേഖനത്തിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുൻപുള്ള ആ ലേഖനത്തിലേക്ക് 24ാം വചനത്തിലേക്ക് വന്നാലും. To him who is able to keep you from stumbling and to present you before his glorious presence without fault and with great joy. To the only God and our Savior be glory, majesty, power and authority through Jesus Christ our Lord, through all, before all ages, now and forevermore. Amen.
24-ാമത്തെ വചനം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ മഹാസന്തോഷത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് തന്നെ സർവകാലങ്ങൾക്ക് മുൻപും ഇപ്പോഴും എന്നേക്കും തേജസ്സും മഹിമയും ബലവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. Jude the apostle also is speaking about the presentation of the bride. ഇവിടെ നോക്കൂ, യൂദ എന്നുള്ള അപ്പസ്തോലനും ഇത് മണവാട്ടിയെ അവതരിപ്പിക്കുന്ന മുൻപാകെ നിർത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. And he is specifically mentioning one thing: this presentation should be faultless and with great joy. ഇപ്പോൾ ഇതാ വളരെ വ്യക്തമായി യൂദ ഇങ്ങനെ ഒരു കാര്യം അവിടെ പറയുകയാണ്. ഇവിടെ മണവാട്ടിയെ വെളിപ്പെടുത്തുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്, മഹാസന്തോഷത്തോടു കൂടിയാണ് അവളെ നിർത്തിയിരിക്കുന്നത്. Without any fault. അപ്പോൾ തന്നെ യാതൊരു കളങ്കവുമില്ലാതെയാണ് അവളെ നിർത്തിയിരിക്കുന്നത്. That means when the bride would be presented, she will be spotless, wrinkleless, so glorious, so holy. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു മണവാട്ടിയെ മുൻപിൽ വന്ന് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവളുടെ മേൽ കറയില്ലാതെ, ചുളുക്കമില്ലാതെ, വാട്ടമില്ലാതെ, മാലിന്യമില്ലാതെ വളരെ മനോഹരിയായി തേജസ്സോടുകൂടെ മഹാസന്തോഷത്തോടെയാണ് അവളെ നിർത്തേണ്ടത്. Today when we read the Bible and study the Bible, one thing we understand: ഇന്ന് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. the presentation of the bride of Christ is going to happen very soon. ഇതാ നോക്കൂ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ എല്ലാവരുടെ മുൻപാകെ നിർത്തുവാനുള്ള കാലം ഇതാ വളരെ അടുത്തിരിക്കുകയാണ്. How many of you understand what I'm saying? ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Very fast we are nearing that moment. ആ ഒരു കാലഘട്ടത്തിലേക്ക്, ആ ഒരു സമയത്തിലേക്ക് നാം വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. God the Father is at work. ഇപ്പോൾ സ്വർഗ്ഗത്തിലെ പിതാവ് താൻ പ്രവർത്തന നിരതനാണ്. Jesus Christ is also at work. അതിന്റെ പദ്ധതിക്ക് വേണ്ടി പുത്രനാം ക്രിസ്തു ഇപ്പോൾ പ്രവർത്തന നിരതനാണ്. The Holy Spirit is also moving for that. അതിനുവേണ്ടി പരിശുദ്ധാത്മാവാം ദൈവം ഇപ്പോൾ ചലനാത്മകമായി നിൽക്കുകയാണ്. The best man is also working at it. ഇപ്പോൾ അത് മാത്രമല്ല, ഇവരെല്ലാം സഹായിക്കുവാൻ ബെസ്റ്റ് മാനും കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. And the bride herself is preparing herself. അത് മാത്രമല്ല, കാന്ത മണവാട്ടി തന്നെത്താൻ തന്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The final touches. അവസാനത്തെ മിനുക്കുപണികൾ. Hallelujah. Hallelujah. So that is the presentation stage of the wedding. ഓർക്കുക, അതാണ് വിവാഹത്തിൽ മണവാട്ടിയെ അവതരിപ്പിക്കാനുള്ള ഘട്ടം എന്നുള്ളത്. Now the third stage. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. It is the celebration stage. ഇത് ഒരു ആഘോഷത്തിന്റെ ഘട്ടമാണ്. Following the presentation stage of the bride, ഇപ്പോൾ മണവാട്ടിയെ അവതരിപ്പിച്ച് മുൻപാകെ നിർത്തിക്കഴിഞ്ഞതിന് ശേഷമായിട്ട്, after the wedding, ഇത് വിവാഹത്തിനും ശേഷമായിട്ട്, here starts the wedding banquet and the great celebration. ഇതാ നോക്കൂ, ഇവിടെ ഇതൊരു വലിയ കല്യാണ സദ്യ ഒരുങ്ങുകയാണ്. ഒരു വലിയ കല്യാണ മാമാങ്കം, ആഘോഷം നടക്കുകയാണ്. I will give you a few references now. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതിന് ആധാരമായി ഞാൻ നൽകട്ടെ. Jesus started performing signs and wonders at such a celebration stage of a wedding in a house at Cana. ഓർക്കുക, യേശു കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി താൻ ചെയ്ത അത്ഭുതം എന്നുള്ളത് ഒരു കല്യാണത്തിന്റെ ആഘോഷ തിമിർപ്പിന്റെ ഇടയിലായിരുന്നു. Hallelujah. Hallelujah. Ephesians chapter number 5 and verse number 22. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനത്തിലേക്ക് ബൈബിൾ തുറന്നാലും, Wives, submit to your husbands as to the Lord. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. For the husband is the head of the wife, as also Christ is the head of the church, and he is the savior of the body. 23-ാമത്തെ വചനം, ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയുടെ ശിരസും അതിൻ്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. Therefore, just as the church is subject to Christ, so let the wives be to their own husbands in everything.
സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ. Husbands, love your wives just as Christ also loved the church and gave himself for her. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. This is a beautiful analogy. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു അനാലജിയാണ്. And the relationship between a husband and wife is connected to the relationship between the church and Christ. ഇപ്പോൾ നോക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവുമായിട്ട് താരതമ്യപ്പെടുത്തി ഉപമിപ്പിച്ച് Verse സംസാരിക്കുകയാണ്. 26, that he might sanctify and cleanse her with the washing of water by the word. 26 ക്രിസ്തു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. 27, that he might present her, underline it, present her to himself a glorious church, not having spot or wrinkle or any such thing, but that she should be holy and without blemish. 27 വചനം, കറ, ചുളുക്കം, മാലിന്യം എന്നിവ അശേഷമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തനിക്കായി നിർത്തേണ്ടതിനും, അടിവരയിടുക, തനിക്കായി നിർത്തേണ്ടതിനും തന്നെ തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. So husbands ought to love their own wives as their own bodies. He who loves his wife loves himself. ഈ വിധത്തിൽ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. For no one ever hated his own flesh, but nourishes and cherishes it, just as the Lord does the church. ആരും ഒരിക്കലും തൻ്റെ ശരീരത്തെ വെറുത്തിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. For we are members of his body, of his flesh and his bones. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. ഇക്കാരണത്താൽ ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. Verse number 32 is something very important. 32 വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. This is a great mystery, but I speak concerning Christ and the church. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ സംസാരിക്കുന്നത്. Listen to me, people of God. ദൈവജനമേ, എന്നെ ദയവായി ശ്രദ്ധിച്ചാലും, The relationship between Christ and the church is a mystery. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അതൊരു മർമ്മമാണ്, രഹസ്യമാണ്. ഇത് നിഗൂഢ രഹസ്യമാണ്. അതൊരു നിഗൂഢ രഹസ്യമാണ്. Common people may not understand this. സാധാരണ മനുഷ്യർക്ക് അത് തിരിച്ചറിയുവാൻ, മനസ്സിലാക്കാൻ കഴിവുണ്ടാകില്ല. The relationship between a husband and wife can be understood only between them. ഓർക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർക്ക് മാത്രമാണ്. The neighbors may not understand. അയൽവക്കക്കാർക്ക് അത് മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. Outsiders may not understand. പുറമെയുള്ളവർക്കും അത് People in സാധ്യമാകണമെന്നില്ല. the world may not understand. ലോകത്തിലുള്ള ആളുകൾക്ക് അതിന് In സാധ്യമാകണമെന്നില്ല. the same way, അതുപോലെ തന്നെ the relationship between Christ and church is a great mystery, the ഓർക്കുക, Bible says. ക്രിസ്തുവും ആ സഭയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ബൈബിൾ പറയുന്നത് ഒരു നിഗൂഢമായ രഹസ്യമാണ്, ആർക്കും മനസ്സിലാകാത്ത രഹസ്യമാണ്. Quickly, I'm going to give you the roles of Christ in this relationship. ഇപ്പോൾ ഈ ബന്ധത്തിൽ ക്രിസ്തുവിന്റെ പങ്ക് എന്താണ് അത് ഞാൻ വേഗത്തിൽ സംസാരിക്കുകയാണ്. Number 1, Jesus Christ is the head of the church. ഒന്നാമതായിട്ട് യേശു ക്രിസ്തു സഭയുടെ തലയാണ്. The head is the decision maker. തല എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് തലയാണ്. So Christ is the decision maker.
maker in the church. അതുകൊണ്ട് സഭയുടെ തീരുമാനങ്ങൾ എടുക്കുന്നവൻ ക്രിസ്തുവാണ്. Number 2, Jesus Christ is the savior of the body. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് ശരീരത്തിന്റെ രക്ഷകനായിട്ടുള്ളത്. He is the savior and redeemer of the church. അവൻ സഭയുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണ്. Number 3, Christ loved the church and gave his life for her. മൂന്നാമതായിട്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്റെ ജീവൻ അവൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. Christ took the initiation in love. നോക്കുക, ക്രിസ്തുവാണ് സഭയെ സ്നേഹിക്കുവാനുള്ള ഇനീസിയേഷൻ അഥവാ തുടക്കമിട്ടിരിക്കുന്നത്. We love him only after we receive his love. നോക്കുക, അവൻ നമ്മെ സ്നേഹിച്ചതിന് ശേഷം, അവന്റെ സ്നേഹം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുള്ളൂ. Number 4, Jesus Christ cleanses the church with his word. നാലാമതായിട്ട് യേശു ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ തന്റെ വചനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു. That means he will give you the right administration of the word to build you in holiness. അതിന്റെ അർത്ഥം ഇതാണ്, വിശുദ്ധിയിൽ വളരുവാനുള്ള യഥാർത്ഥമായ പാഠങ്ങളിലേക്ക് വചനത്തിലൂടെ അവൻ നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? Shout thank you Jesus. കൈകൾ ഉയർത്തിയിട്ട് നന്ദി യേശുവേ എന്ന് പറഞ്ഞാൽ. Number 5, he will present the church to himself as a glorious church, not having even a spot or a wrinkle, but that she should be holy and without blemish. ഇപ്പോൾ അഞ്ചാമത്തെ കാര്യം ഇതാണ്, അവൻ തന്റെ സഭയെ, മണവാട്ടിയെ, കറ, ചുളുക്കം, മാലിന്യം എന്നിവ അശേഷമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ മറ്റുള്ളവരുടെ മുൻപാകെ നിർത്തിയിരിക്കുന്നു. Shout hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ബൈബിളിനെ കുറിച്ച് ബേസിക് നോളജ് ഉണ്ടെങ്കിലും വളരെ വിശാലമായ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം വളരെ കൃത്യതയോടുകൂടി അറിയണമെന്നും അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രൂപ്പിൻ്റെ കൂടെ പോകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ബ്ലെസ്സിംഗ് ടുഡേ തന്നെയാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് തോന്നി. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ നിന്നാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. മകൻ്റെ പേര് ഏലിയാസ് എന്നാണ്, ഏലിയാസ് വർഗീസ്. ആ പള്ളിക്കര മോറക്കാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. Okay. ഈ മകൻ 6 മാസം മുമ്പ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ മകൻ്റെ വലത് കാലിന് മുട്ടിന് മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു 16 സ്റ്റിച്ചോളം വരുന്ന രീതിയിൽ വലിയതായിട്ടൊരു ആഴത്തിലൊരു മുറിവുണ്ടായി. ആദ്യം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതൊരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാത്രമേ മാറത്തുള്ളൂ. അത്രയും വലിയ ക്ഷതമായിരുന്നു ആ കാലിനുണ്ടായിരുന്നത്. അവിടെ നിന്നും അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറി. അവിടെ ചെന്നു അവിടെ ഡോക്ടർ പറഞ്ഞു ഏകദേശം 1.5 മാസത്തോളം ബെഡ് റിഡൻ ആയിരിക്കും, അതുപോലെ റെസ്റ്റ് എടുക്കണം, എങ്കിൽ മാത്രമേ ഇത് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മകൻ മെർച്ചൻ്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഖത്തറിലാണ്. അങ്ങനെ അവധിക്ക് വന്ന സമയത്തായിരുന്നു ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. 10 ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോകുകയും വേണം. അപ്പോൾ 45 ദിവസം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. ഉടനെ ഇവിടെ നിന്നൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിന് ലീവ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എങ്കിലും ഒരു 15 ദിവസം കൂടെ അവിടുന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ ഈ രോഗം മാറി തിരിച്ചു പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിലും പ്രാർത്ഥിച്ചു. ഇവിടെ നിന്നൊരു ശുശ്രൂഷകൻ ഈ മകൻ ആശുപത്രിയിൽ കിടക്കുന്നത് കണ്ടിട്ട് അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ മകൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ വിത്തിൻ 15 ദിവസത്തിനുള്ളിൽ നിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും, നീ തിരിച്ച് ജോലി സ്ഥലത്ത് പ്രവേശിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മകന് വിശ്വാസം വന്നില്ല. കാരണം ഡോക്ടർ പറഞ്ഞു 45 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് 15 ദിവസം കൊണ്ട് പോകുന്നത്? പക്ഷെ അത്ഭുതം എന്നുള്ളത്
15 ദിവസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന മാത്രമല്ല, ഈ മകന് തിരിച്ച് ഖത്തറിലെ മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാനും കൂടി കർത്താവ് സഹായിച്ചു. സാധാരണ അങ്ങനെ ഒരു വളരെ സ്ലോ പ്രോസസ്സിൽ മാത്രമേ ഇതിന് റിക്കവറി കിട്ടൂ. പക്ഷേ സംതിങ് കോൾഡ് ഡിവൈൻ ആക്സിലറേഷൻ. മാനുഷികമായി ഇത്ര നാൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേഗത്തിൽ ചെയ്യാൻ കഴിയും. ഇനി എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് പറഞ്ഞ കാല് ഒരു പ്രശ്നവുമില്ലാതെ വളരെ ഭംഗിയായി അത് അതിൻ്റെതായ രീതിയിൽ തന്നെ. പ്ലാസ്റ്റിക് സർജറി ഈസ് വെരി കോസ്റ്റ്ലി, ഭയങ്കര ചിലവുള്ളതാണ്. പക്ഷെ അതില്ലാതെ കർത്താവ് ഈ യുവാവിനെ സുഖപ്പെടുത്തി. ഓക്കെ, അതിനുപരിയായിട്ട് ഈ മകൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, 1.5 വർഷം മുമ്പാണ് അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഇവൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഡാമിയൻ ബ്രദറിന്റെ കൈ കീഴിൽ പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയെ ഒത്തിരി ചീത്ത വിളിച്ചു. ഈ മോൻ ഒരിക്കലും ഇനി മേലാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോകരുത്, എനിക്ക് ആ മനുഷ്യനെ ഇനി കാണിക്കരുത്, ഇഷ്ടപ്പെട്ടില്ല, ഒത്തിരി ചീത്ത വിളിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ഇങ്ങനെ ഒരു ശുശ്രൂഷകനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മയെ വിളിച്ച് ചീത്ത പറഞ്ഞു. ഈ പരിപാടി ഇഷ്ടമല്ല. പക്ഷെ ഈ മോൻ പറഞ്ഞു വെച്ചാൽ, എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടു കഴിഞ്ഞപ്പോ 6 മാസമായിട്ട് ഇവന് മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ 6 മാസം കഴിഞ്ഞ് പോയിട്ട് ജൂൺ മാസത്തിലായിരുന്നു സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രാർത്ഥനയോടൊക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് ഇഷ്ടമായി തുടങ്ങിയോ? തുടങ്ങി. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല. ദാറ്റ് ഈസ് ദ റിയൽ ചേഞ്ച്. ഏലിയാസിനെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്തയക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുന്നു. കുടുംബങ്ങളായും വ്യക്തികളായും ദൈവസന്നിധിയിൽ കർത്താവെ ഓരോരുത്തരെയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. അത്ഭുതകരമായൊരു സൗഖ്യം, ലുക്കീമിയ ബാധിച്ച്, രക്താർബുദം ബാധിച്ച ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. അതോടൊപ്പം വിവിധ രീതിയിലുള്ള ക്യാൻസർ ബാധിച്ചവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. ചില രോഗാത്മാക്കൾ നിമിത്തം രോഗികളായി തീർന്നിരിക്കുന്ന ചില പൈശാചിക ശക്തികളാണ് അതിൻ്റെ പിന്നിൽ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികൾ ശരീരങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ, അവർ സൗഖ്യമാകട്ടെ എന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈൽസ് രോഗം ബാധിച്ച നല്ല ബ്ലീഡിംഗ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ സുകുമാരൻ എന്ന പേരുള്ളൊരു സഹോദരനെ പൈൽസ് രോഗമുണ്ട്, നട്ടലിനും തകരാറുണ്ട്. ഈ 2 രോഗങ്ങളുമുള്ള സുകുമാരൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ മസിലുകൾ വീക്കാകുന്ന രോഗം യേശുവിൻ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ തന്നെ തകരാറിലായിരിക്കുന്ന ചില വ്യക്തികൾ, എന്നിട്ട് ട്യൂബിലൂടെയൊക്കെ ഫീഡ് ചെയ്യുന്ന ഭക്ഷണം കൊടുക്കുന്നൊരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭാര്യയും ഭർത്താവും അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിച്ച് ഐക്യതയോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അടുത്തടുത്തില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ ദാമ്പത്യ ജീവിതങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണമേ കർത്താവ്. അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. എത്രയും വേഗം മക്കളെ കൊടുക്കണമേ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും കൈ നീട്ടി വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് പ്രയാസമോ രോഗമോ വിഷയമോ ആണെങ്കിലും
കർത്താവ് നീയാണ് ദൈവം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതിന് ഒരു അത്ഭുതം കർത്താവ് നീ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരാൻ മറക്കരുത്. മാത്രമല്ല ഞായറാഴ്ചകളിൽ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രത്യേകിച്ചുള്ള പ്രെയർ വചന പഠനം ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം. മടി പിടിച്ച് വീട്ടിൽ ഇരിക്കരുത്. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ സന്ധിക്കാം. എന്നാൽ ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ടുഡേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചിലരോട് ഇതിനെക്കുറിച്ച് പറയുക, പരിചയപ്പെടുത്തുക. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കും. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യുന്നു? വാട്ട് ഡസ് ദി സ്പിരിറ്റ് ഗിവ് വൈൽ ലെറ്റർ കിൽസ്? ഓപ്ഷൻസ്: എ ആനന്ദം, ബി സന്തോഷം, സി സമാധാനം, ഡി ജീവിപ്പിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് അയൺ ബുക്സ് ആണ്.